1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800800 പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ വെള്ളപ്പെട്ട് തൊക്കയും വെടിച്ച നക്കിലയിൽ പെരി വെടിച്ച കള്ളത്തിൽ പൂക്കളം നിറച്ച് 10 നാള് തകിട മറിക്കാൻ ഒറ്റപ്പൊളി കൊച്ചി മലബാർ മഴത്തുടി കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കുരുമി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മുത്തക്കരകളും ഒറ്റപ്പൊളിയിൽ കൊച്ചി മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കുരുമി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷത്തിരുത്തുകളും തിരുവേറയും നിറപറ പറ നിറയ്ക്കണ നിറവാണല്ലോ പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മലയാളക്കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏത് മൂട് 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 ഓണം മൂട് ഏത് 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 മൂട് ഓണം മൂട്. ഒരു നല്ല വലിയ കൈഡി വരട്ടെ. നസീർക്ക, പക്രുച്ചേട്ടാ, മണിക്കുട്ടാ, സ്വാഗതം സുസ്വാഗതം. നമ്മളെ ഓണം ബമ്പറിന്റെ തിരി കൊളുത്തി കഴിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്ത്, ഇനി അങ്ങോട്ട് ആരൊക്കെ വരാൻ പോകുന്നു, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, ആരൊക്കെയാണ് ഗസ്റ്റ്, അത് മാത്രമല്ല ജീവ, എന്താണ് ഓണം ബമ്പർ? നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ബമ്പർ വിരുന്നാണ് ഓണം ബമ്പർ. നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ വരും, പുറത്തുനിന്ന് എക്സ്ട്രാ പിന്നെ സ്പെഷ്യൽ ഗസ്റ്റുകൾ വരും. നമ്മളെ കുടുംബത്തിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ പ്രൈസ് മത്സരിക്കും. മണിക്കുട്ടാ, മനസ്സിലായോ? മനസ്സിലായി. നമ്മളെ കൂടാതെ പുറത്തുനിന്ന് കൊട്ടേഷൻ ഉണ്ടെന്ന്. അല്ല, നമ്മുടെ കുടുംബം ഓണം ആഘോഷിക്കാൻ നമ്മുടെ കുടുംബം കുറച്ചുകൂടെ വലുതാവും അല്ലേ? പരിപാടി കുറച്ചുകൂടെ കളറാക്കാൻ പുറത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടെ കളർ ആഡ് ചെയ്യുന്നു. അതെ, കാര്യം നമ്മള് ഒരുമിച്ച് നമ്മള് പിന്നെ വിഷു ബമ്പർ നമ്മൾ ആഘോഷിച്ചു. വിഷു ബമ്പർ ആഘോഷിച്ച് നമ്മൾ ഇവിടെ നിർത്തിയേക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് മുകളിലോട്ടാണ് ആഘോഷിച്ച് ഒരു സംശയമില്ല. ഞാൻ പ്രവചിക്കുന്നു, വിഷു ബമ്പറിന് മുകളിലായിരിക്കും ഇന്നത്തെ ഓണം ബമ്പർ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ, ഓണം ബമ്പർ. നമ്മുടെ പിന്നെ ഐറ്റം വേറെ സോങ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഐറ്റം വേറെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയപ്പോ, ആ ഷോയുടെ സ്കിറ്റ് എത്തിയപ്പോ, ജഡ്ജസ് എത്തിയപ്പോ, അതിലെ കലാകാരന്മാരെത്തിയപ്പോ, അല്ലെങ്കിൽ അവരെത്തുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലേക്ക് എത്തിയ ഒരു സോങ് ആണ് നമ്മുടെ ഈ ഐറ്റം സോങ്, ഈ തീം സോങ്. ഇത് ചെയ്തത് അശ്വതി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ സോങ് പിന്നെ കമ്പോസ് ചെയ്ത് നമുക്ക് വേണ്ടി തന്നത്. ഭയങ്കര ഹിറ്റാണ് ഈ ഷോ, അറിയാലോ. അശ്വതി ഇന്ന് നമുക്ക് വേണ്ടിട്ട് 2 പാട്ട് പാടിയാലോ? ഇതിന് മ്യൂസിക് ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് വേണ്ടിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 പാട്ട് പാടുന്നു. എന്റെ സ്പെഷ്യൽ റിക്വസ്റ്റിലാണ് വന്നത്. ഷീസ് ക്യൂട്ട്. ലെറ്റ്സ് വെൽക്കം അശ്വതി. മഞ്ഞുതിരുന്ന
ചൂടുണ്ടോ കാവോരം നീലക്കുയിൽ നിൻ ദേവാരം പാടുന്നോ ഓണമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ മിസ് ചെയ്യുന്ന ഞാൻ ചേട്ടാ മാവേലി ഇല്ല ഇവിടെ. മാവേലി ഇല്ലാണ്ട് മലയാളികൾക്ക് എന്തോണം? അപ്പോ നമ്മുടെ ഐറ്റം വേറെ ഓണം ബമ്പറിലേക്ക് മഹാബലി തമ്പുരാൻ വലതുകാല് വെച്ചതാ എഴുന്നള്ളുന്നു. കൈയടിക്കൂ. മാവേലി തമ്പുരാനെ വന്നാലും. നമസ്കാരം. ഇപ്പോഴാണ് ആഘോഷം പൂർണ്ണമായത്. അതെ, എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഐശ്വര്യവും നന്മയും നിറഞ്ഞൊരു ഓണം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു മാവേലി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അദ്ദേഹം അവിടുന്ന് കയറി ഇങ്ങോട്ട് വന്നില്ലേ, വന്നപ്പോൾ എന്നെ ഒന്ന് നോക്കി. നമുക്ക് ചെറിയൊരു പേടി. അത് കഴിഞ്ഞിട്ട് ആശംസ പറയുമ്പോഴൊരു ചെറിയ പേടിയുണ്ട്. കാരണം എന്നാന്നറിയോ, നമ്മളെ പോലത്തെ ഒരാളാണ് ഈ പുള്ളിയെ ചവിട്ടി താഴ്ത്തിയത്. പേടിക്കണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇന്നത്തെ ഈ ഓണം ബമ്പർ ഒന്ന് കളറാക്കി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മളെല്ലാരും കൂടെ ചേർന്ന് കളറാക്കല്ലേ. തമ്പുരാന്റെ എല്ലാ അനുഗ്രഹവും പിന്നെ ആശീർവാദവും ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് പ്രസൻസും ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊരു പൊളി അങ്ങോട്ട് പൊളിച്ചാലോ? പൊളിക്കാം. ഏത് മൂഡ്? ഓണം മൂട്. ഓണം മൂഡ്. നല്ല കൈഡ് വരട്ടെ. അപ്പം മാവേലിയുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും നമുക്ക് ആദ്യത്തെ സർപ്രൈസ് അങ്ങോട്ട് പൊട്ടിച്ചാലോ? അല്ല, ഇനി നമ്മുടെ ഈ ഒരു എൻട്രി കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഇവിടെ പറഞ്ഞിരുന്നു. ഞെട്ടും. അത് എനിക്ക് ഏകദേശം ഒരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവരിവിടെ വന്നാൽ അത് ടെലിവിഷൻ ചരിത്രമായിരിക്കും എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും. ഇവര് മൂന്നുപേര് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും ടെലിവിഷനിൽ ഇവർ മൂന്നുപേരും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഫ്രെയിം ഒരു ടെലിവിഷൻ പ്രേക്ഷകർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും. ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മളുടെ ഇവരുടെ പേര് പറയുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകും. ചിരിപ്പിക്കാനാണോ, കരയിപ്പിക്കാനാണോ, ചിന്തിപ്പിക്കാനാണോ, ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വിഴുങ്ങണം എന്ന് മൂന്ന് രീതിയിൽ ഡോക്ടറേറ്റ് എടുത്ത മൂന്ന് ലെജൻഡ്സ് ആണ് വരാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഓണം ബമ്പർ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ വിളിക്കുന്നു. ലെറ്റ്സ് വെൽക്കം പിടിക്കാൻ പുത്തുമ്പി കുടുംബം ഒന്നോ
സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഓണം ബമ്പറിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുകേഷ് ചേട്ടാ, ഉറുശേച്ചി, ജ്യോതിഷ് ചേട്ടാ, ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഓണാശംസകൾ, എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെ ഓണം ബമ്പർ ഇപ്പോഴാണൊന്ന് കളറായത് അല്ലേ മണിക്കൂട്ടാ? ഞങ്ങളിവിടെ ജഗദീഷ് ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് മുകേഷ് ചേട്ടാ വിഷു ബമ്പർ ഞങ്ങൾ ആഘോഷിച്ച് ഞങ്ങൾ വേറെ ലെവലിൽ എത്തിച്ചേക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പുതിയ വെർഷൻ 2 ഓണമായിട്ട് ഓണം ബമ്പറായിട്ട്. ജീവ, ജഗദീഷ് ചേട്ടാ, ഞാൻ മുകേഷിന്റെ കൂടെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, ഉർവശിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിൽ മുകേഷിനോടൊപ്പം ഉർവശിയോടൊപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. അതിന്റെ ഭാഗ്യം നമുക്ക് ചേട്ടാ. അല്ല, ആ ഭാഗ്യത്തെ കുറിച്ച് മുകേഷ് ചേട്ടൻ പറയട്ടെ. അത് വേണോന്നൊക്കെ. ശരിക്കും അതൊരു വലിയ ഭാഗ്യമാണ്. കാര്യം ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ജഗദീഷും സിദ്ദിഖ്, അശോകൻ, ഞങ്ങളുടെ ഈ പിന്നെ ഹരികർണകർ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനാണെങ്കിലും ഷൂട്ടിങ്ങിന് പിൻപാണെങ്കിലും മുൻപാണെങ്കിലും സീനിലാണെങ്കിലും ഒക്കെ ഇതേപോലുള്ള ഒരു ഭയങ്കര രസമുണ്ട്. അതിനോട് എന്നും ചേർത്ത് വെക്കാവുന്ന ഒരു രത്നമാണ് ഉർവശി. വളരെ സന്തോഷം. ഉർവശി, ഒരു കാര്യം സത്യം പറയണം, മുകേഷിനെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം? അതെല്ലാവർക്കും അറിയാമല്ലോ. വന്നപ്പോ എല്ലാവർക്കും അറിയാം, എന്നാലും ഉർവശി പറയട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ മറുപടി പറയാം. ഉർവശി, മുകേഷ് എന്ന് പറഞ്ഞേക്ക്, കാരണം എനിക്ക് അത്ര വിഷമം തോന്നില്ല. പക്ഷെ എന്റെ പേര് പറഞ്ഞ അവൻ തകർന്നു. അതുകൊണ്ട് മുകേഷ് ആണെന്ന് പറഞ്ഞേക്ക് പ്ലീസ്. എന്റെ റിക്വസ്റ്റ് ആണ്, പറയും. എനിക്ക് രണ്ടുപേരെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മുകേഷ് ചേട്ടനെ, ജഗദീഷ് ചേട്ടനെ കാണുന്നതിന് മുൻപ് മുകേഷ് ചേട്ടൻ എന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം. ജഗദീഷ് ചേട്ടനെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത് പരിചയപ്പെട്ടു. പക്ഷെ മുകേഷ് ചേട്ടൻ അതിന് മുമ്പേ എന്നെ കണ്ടിട്ടുണ്ട്. അല്ല, ജഗദീഷ് പറഞ്ഞത് ശരിയാണ്. ജഗദീഷിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ തകർന്നു പോകുന്നു. ശരിയാ, ഞാൻ തകർന്നു പോകും. കാരണം ഉർവശിയുടെ ഒരു ടേസ്റ്റ്. ശരി, രണ്ടുപേരെയും ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ള കൺഫ്യൂഷനുള്ള ചോദ്യം വേണ്ട. ഉർവശി, മുകേഷിന്റെ മനസ്സിൽ ഇപ്പൊ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ജഗദീഷന്റെ കൂടെ ഒരുമിച്ചൊരു വേദി വീണ്ടും പങ്കിടാൻ, സന്തോഷകരമായിട്ട് പങ്കിടാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. അല്ല, മുകേഷിന്റെ മനസ്സ് ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. മുകേഷിന്റെ മനസ്സിൽ ഇപ്പൊ മീനാക്ഷിയെ കണ്ടിട്ട് മുകേഷിന്റെ മനസ്സ് പറയുന്നത് എന്തെന്നറിയാം? ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ, നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ, 4000 പവനൊരുകും നിന്റെ മേനി, ഒരു നല്ല കസവ് നേരിയതാകാൻ മുകേഷ് കൊതിച്ചു പോയി. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ, 4 വളയും വാങ്ങി നീ നടന്നപ്പോൾ, 4000 പവനൊരുകും നിന്റെ മേനി, ഒരു നല്ല കസവ് നേരിയതാകാൻ മുകേഷ് കൊതിച്ചു പോയി. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഏട്ടാ? ഇതിലെന്തെങ്കിലും സത്യം? അജയൻ പറയും. അല്ല, തുടങ്ങിയപ്പോ തന്നെ എന്നോട് ചേട്ടൻ എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക, മീനാക്ഷിയെ നോക്കി. മീനാക്ഷി അങ്ങ് ആസ്വദിച്ചിട്ട് കാരണം എന്താണെന്നറിയോ, തുടക്കത്തിൽ തന്നെ 3 വലിയ ആൾക്കാർ വന്നിട്ട് മീനാക്ഷിയെ കുറിച്ച് പാടുന്നു. അത് മാത്രല്ല, ഒപ്പം തന്നെ മുകേഷ് ചേട്ടനെ കൂടെ ചേർത്തിരിക്കുന്നു. ഞാൻ സത്യം പറയട്ടെ, ഇത് ജഗദീഷ് ചേട്ടന്റെ സ്ഥിരം നമ്പറാണ്. ഓക്കെ, ഇനി ഇതിന് മുകേഷ് എന്താണ് പറയാനുള്ളത്? മുകേഷ് എന്താ പറയാനുള്ളത്? അതെല്ലാം തീക്കളി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഓണം ബമ്പർ. നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ? സ്കിറ്റിന്റെ സമയമായിരിക്കണോ? കളി ചിരി തമാശകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മത്സര ചൂടിലേക്ക് കടക്കുകയാണ്. ജയചേട്ടാ, എന്താണ് പരിപാടി? ജയചേട്ടാ, ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം വിഷു ബമ്പർ ആയിരുന്നു. ആ സമയത്ത് 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ 5 ടീമായിട്ട് തിരിഞ്ഞ് മത്സരിച്ചത്. ഇപ്രാവശ്യം അതുപോലെ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളോട് ചേർന്ന് 5 ടീമായിട്ട് അവരങ്ങനെയാണ് മത്സരിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യത്തെ സമ്മാനത്തുക എത്ര ആയിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? 5 ലക്ഷം. 5 ലക്ഷം. നസീർക്ക? അല്ല, അതാകാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം 3 അല്ലേ, അപ്പൊ ഈ പ്രാവശ്യം 5 ആയിരിക്കും. ജയതിഷേട്ടാ, ഗസ് പ്രവചനങ്ങൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ചരിത്രമുണ്ട്. ഒരു ചെറിയ തോതിലുള്ള ഇൻക്രീസ് 4 lakhs എങ്ങനെ ഉണ്ടാവും? ഓക്കെ, നൈസ്. മുകേഷ് ചേട്ടാ? ഞാൻ പറയുന്നത് 6 lakhs. 6 lakhs. ചേച്ചി? എനിക്കും തോന്നുന്നു മാക്സിമം
ഒരു 5 6 വരെയൊക്കെ increase 5 6 ഓക്കെ. മണിക്കുട്ടൻ ചേട്ടാ ചേച്ചി 5 പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 4,999,000. ഓക്കെ നോക്കാം. ഈ കൂട്ടത്തിൽ ആരാണ് പ്രവചന സിംഹം ആരാണെന്ന് നോക്കാം. ഡയമണ്ട് പഞ്ച് എത്ര രൂപ നോക്കാം. ഓക്കെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞതാണ് correct അതെ, ആയിരിക്കും. ഇത് ഐറ്റം വേറെയുടെ ആസ്ഥാന പോൾ നീരാളി എന്നൊക്കെ പറയുന്ന പോലെ ജഗദീഷ് ചേട്ടൻ ഒരു നല്ല കൈഡി കൊടുക്കുക. കാര്യം 2 പ്രവചനങ്ങൾ കറക്റ്റായി. താങ്ക് യു. ഇതൊരു വൈൽഡ് ഗസ് ആയിരുന്നു, എന്നാൽ പോലും പ്രവചനം ഫലിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഒരു നല്ല കൈഡി. ഞാൻ ശക്തമായി എതിർക്കുന്നു. എന്താ കഴിഞ്ഞ പ്രാവശ്യം 3 എന്നുള്ളത് ഇപ്രാവശ്യം 6 ആക്കണം. അതിനുവേണ്ടി ഈ മത്സരാർത്ഥികൾ ഫൈറ്റ് ചെയ്യണം, സമരം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ന്യായമായിട്ടുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യാം. സമരമാർഗം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ മുകേഷ് ചേട്ടൻ പറഞ്ഞോളൂ, എനിക്കൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 3 ആയിരുന്നു അല്ലേ? അപ്പൊ ഇപ്രാവശ്യം ഒരു 6 ആക്കാം. അപ്പൊ ആ 6ലേക്കുള്ള സംഭാവനയായിട്ട് മുകേഷ് ചേട്ടന്റെ വക ഇന്നത്തെ പേയ്മെന്റിൽ നിന്ന് ഒരു എമൗണ്ട് തീർച്ചയായിട്ടും ജഗദീഷ് എനിക്ക് വേണ്ടി തരും. മുകേഷിൻ്റെ പൈസ ഇല്ല എങ്കിൽ ഞാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഇല്ല ഇല്ലാന്ന് മുകേഷ് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് എന്നെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്ന എന്താ അറിയാ, മുകേഷ് സാർ എന്നും ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സാർ ഒരു 10 പൈസ പോലും കൊണ്ടുവരുന്നില്ല. സാർ എന്താണ് സാർ? നമ്മളെല്ലാം വൈറ്റാ. ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ വേണമെങ്കിൽ തെളിവ് തരാം. ഞാൻ HDFC ലോണിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാണ്, ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് എനിക്ക് ഇടാനില്ല. അപ്പോൾ ആൾക്കാർ ഡെപ്പോസിറ്റ് ഇടാത്തത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഡെപ്പോസിറ്റിനേക്കാൾ എന്തെങ്കിലുമൊക്കെ അസറ്റ്സ് അക്വയർ ചെയ്യുക. വെറും കടമല്ല, എന്തെങ്കിലും അസറ്റ്സ് വാങ്ങുമ്പോൾ ഉള്ള കടമാണ്. അപ്പോൾ വെറും കടക്കാരനെന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ കടമാണ്. ആ കടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. ആ സമ്മാനത്തൊക്കെ 4 ലക്ഷത്തിൽ ഇരുന്നോട്ടെ കേട്ടോ. 4 തന്നെ ഇരുന്നോട്ടെ, അതാണ് നല്ലത്. നമ്മൾ ഈ 4 എന്ന് പറയുന്നത് ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ 4 അല്ല 6 കൊടുക്കണം 10 കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ 4 ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് അതിന്റെ കൂടെ പോവുക. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഐറ്റം വേറെയില് ഏറ്റവും വലിയ പ്രൈസ് മണി അല്ലേ 4. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോ ഈ ഓണം ബമ്പർ ശരിക്കും കിടു ബമ്പറായിരിക്കും. തീർച്ചയായിട്ടും. അതായത് ഒരു തവണ കിട്ടാൻ പോലെ ഏറ്റവും വലിയ സമ്മാന തുകയ്ക്ക് വേണ്ടിയിട്ടാണ് 5 ടീം മത്സരിക്കാൻ പോകുന്നത്. അതും ഡയമണ്ട് പഞ്ച് 4 ലക്ഷം രൂപയ്ക്ക് ഒരു നല്ല കൈ ചേർത്ത് ഓണം ബമ്പർ ജീവ. പക്ഷെ ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം മുകേഷ് ചേട്ടന്റെ മനസ്സിൽ അങ്ങനെ ലെവലിൽ എത്തട്ടെ, അതാണ് നമ്മൾ അതിനെ അങ്ങനെ നോക്കി കാണുന്നു. അടുത്ത പ്രാവശ്യം എത്തട്ടെ. കോംപ്രമൈസ്. അതെ, അടുത്ത പ്രാവശ്യം 6 ആക്കും. അല്ല, എങ്കിൽ എൻ്റെ ആഗ്രഹം അതല്ല. അടുത്ത പ്രാവശ്യം 6 അല്ല 10 ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉർവശി മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഉർവശി ഈ രൂപയുടെ മൂല്യം കുറയുന്ന ഉർവശി മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തുമാത്രം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഉർവശി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. പിന്നെ അതിലെനിക്ക് വിഷമമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ലോൺ എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് 4 ലക്ഷം രൂപ ഡയമണ്ട് പഞ്ച് ഫസ്റ്റ് ടീമിനെ വിളിക്കാൻ പോണേ. 4 ലക്ഷം രൂപയുടെ ഡയമണ്ട് പഞ്ചിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടീം ഒരു നല്ല കൈഡി. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ ഉന്നമനക്കായലിലെ ഓളം തുള്ളിയേ വള്ളംകളി പാട്ടുമായി മുത്തുകൂടയാ കായൽമാരിൽ നീരന്നല്ലോ ചുണ്ടൻ വള്ളങ്ങൾ പട്ടുകൂട മുത്തുകൂട പാളും കൂട ആറന്മുള വള്ളംകളിയാ. ഈ വള്ളംകളി സ്പോൺസർ ചെയ്തേക്കുന്നതാ ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായത്. കാണിക്കുന്ന കോക്കാൻ ബീച്ച് കണ്ടോ? വന്നല്ല ശ്വാസം മുട്ടി ചത്തുപോയേനെ. അല്ല, നിങ്ങൾ ഇങ്ങനെ ആർപ്പോ ഇറ വിളിച്ചു കളിക്കുന്നേ? ഓണമല്ലേ, ഒരു ഓണത്തിന് മുതലാളിയേ തോണ്ടൊരു മണ്ട മരത്തിന്റെ മണ്ടക്കെറിയുന്ന ഫോട്ടോ എടുക്കുന്നു. എന്തോ എടുപ്പോടോ അവൻ എടുക്കുന്നത്. മരത്തിന്റെ മണ്ടയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരും. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്ത് സഹായവും അവൻ ചെയ്തു തരും. ഉള്ള സൗകര്യം കളയരുത് എന്റെ പൊന്നു മുതലാളി. അതെന്താ വർത്താനാ നിങ്ങൾ ഈ പറയുന്നത്? ദാണ്ട്രാ നിന്റെ മുതലാളി ആ മദാമ്മമാരുടെ കൂടെ നടക്കുന്നേ. മുതലാളിയെ വള്ളംകളി കാണാൻ വന്ന മദാമ്മമാരെ ശ്രദ്ധിക്കുന്ന പാപ്പച്ച മുതലാളിയെ ശ്രദ്ധിക്ക്. മുതലാളിയെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇങ്ങനെ പറഞ്ഞേ?
അല്ല മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞാലേ നാട്ടുകാർ മൊത്തം കേൾക്കും. ഓ ഇതിപ്പോ ആരും കേട്ടില്ലല്ലോ. ഞാനേ മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം, മദാമ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല മുതലാളി ഒന്ന് കണ്ടിട്ട് വരാം. എടി ബീനെ, നമ്മുടെ പുഞ്ചിരി അയൽക്കൂട്ടത്തിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ഈ വള്ളംകളി ചരിത്രത്തിന്റെ ഭാഗമാകും. നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും അവക്കറിയണ്ടല്ലോ. ആർക്ക്? ആ രാമ, അവള് പിന്നെ പ്രസിഡന്റ് അല്ലേ, അവളിനെ എപ്പൊരുങ്ങിക്കെട്ടി വരാനാ. എടി മഞ്ജു, അവള് ഞാൻ ഒരുമിച്ച് ഇറങ്ങിയത്. അന്നേരാണ് അവളെ ഭർത്താവ് കുഞ്ഞി ചെമ്മീനുമായിട്ട് വന്നേ. പാവം അതവിടെ ഇരുന്ന് റെഡിയാക്കുക. രമയോ? രമയല്ല, അവളുടെ ഭർത്താവ്. അവൾ അതവിടെ നിന്ന് നോക്കി നിന്ന് അയാളെ കൊണ്ട് മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കുക. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവര് മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതല്ല. ഇപ്പൊ പറഞ്ഞേ അല്ലടി മഞ്ജു, നിന്റെ ഭർത്താവ് പണ്ടെങ്ങാനോ വള്ളംകളിക്ക് തോറ്റെന്നും പറഞ്ഞ് നിന്നോട് വഴക്കുണ്ടാക്കി പോയതല്ലേ? ഈ കൊല്ലെങ്കിലും അയാൾ വരുവോ? നോ, ഹി ഈസ് ഗോയിങ് ടു ഹിസ് സോങ്. എന്ത്? അയാളെ പാട്ടിന് പോയിന്ന്. അത് പറഞ്ഞപ്പോഴാ നിന്റെ അമ്മായിയമ്മേ എന്തിനാടി എന്ന് ഉച്ചക്ക് ഇങ്ങനെ സന്ധ്യാനാമം ചൊല്ലുന്നേ? അത് എനക്ക് അറിയത്തില്ലേ. പുള്ളിക്കാരിക്ക് വൈകിട്ട് സീരിയല് കാണണം. അതുകൊണ്ട് ഉച്ചക്ക് തന്നെ സന്ധ്യാനാമം ചൊല്ലി ആ പരിപാടി അങ്ങ് തീർക്കും. പിന്നെ വൈകുന്നേരം തൊട്ട് രാത്രി വരെ സീരിയല് കഴിച്ചാ. ഈ രമ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തേ? അവളെ വരുത്താൻ ഒരു വഴിയുണ്ട്, കാണിച്ചു തരാം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പുഞ്ചിരി അയൽക്കൂട്ടത്തിന്റെ ചുണക്കുട്ടികളായ ബീനയും മഞ്ജുവും എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എടി അതിന് നമ്മൾ ഇവിടെ നിൽക്കുമല്ലേ, ആ രമയുടെ പേരല്ലേ വിളിച്ചു പറയേണ്ടത്? ബെസ്റ്റ്. അവളുടെ പേര് മൈക്ക് കൂടെ കേട്ടാ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി അവൾ അവിടെ നിൽക്കും. നമ്മളെ പേര് മൈക്ക് കൂടെ കേട്ടതുകൊണ്ട് വന്ദേ ഭാരത് വരുന്നതിനും കാട്ടി സ്പീഡിൽ അവൾ ഇപ്പൊ ഇവിടെ എത്തും. നീ എന്താടി താമസിച്ചേ? ഞാൻ ആ വള്ളക്കാരുടെ ഫുഡ് റെഡിയാണ് പോയി നോക്കാൻ പോയതാ. എടി നോക്കിക്കാതെ അലവൻസ് ചെയ്യടി. അലവൻസോ? എടി വിളിച്ചു പറയാൻ. എന്നാ ഞാൻ വിളിച്ചു പറയാം. അല്ലേ നീ വിളിച്ചു പറയാൻ ബെസ്റ്റാ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യം മുഴുവൻ നീ അല്ലേ വിളിച്ചു പറയുന്നേ? എടി രമേ, ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞെന്നാ നീ ഒന്ന് പറ. ഞാൻ അയൽക്കൂട്ടത്തൊന്ന് 3000 രൂപ മുക്കിയത് അത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ നീയായിട്ട് തന്നെ നിന്റെ അമ്മായിയച്ഛനെ പട്ടിണിക്കിട്ട് കൊന്നത് അതും ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇതൊന്നും അങ്ങനെ പറഞ്ഞു നടക്കണവളല്ലേ ഈ ബീന. അതിപ്പോ എനിക്കറിയാമെങ്കിലും വേറൊരു ഇരുചെവി അറിയത്തില്ല. മൈക്ക് ഓണാക്കി വെച്ച് സംസാരിച്ചിട്ട് അവള് പറയുക ഇരുചെവി അറിയത്തില്ലെന്ന്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്ന നാടകം നാളെ രാത്രി 10 മണിക്ക് ടൗൺ ഹാളിൽ ഉണ്ടാകുന്നതായിരിക്കും. അല്ല, ഒരു മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഞാൻ നാളെ സീരിയസ് വരുന്നുണ്ടേ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതെ, യോഗം തുടങ്ങിയില്ല. ഇല്ല. അത് പറ. ഞാൻ വന്നപ്പോ റോട്ടില് എന്തൊരു മുടിഞ്ഞ തിരക്കായിരുന്നു. രണ്ടാ പാപ്പച്ചനും പ്രകാശനും കൂടെ മദാമ്മമാരെ ഇടയിൽ കിടന്ന് തിരകുന്നു. നിങ്ങളൊന്ന് വിളിച്ചു പറ, നമുക്ക് സമയത്തിന് യോഗം തുടങ്ങണ്ട്. സമയത്തിന് കാര്യങ്ങളും നടന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാൽ കണ്ട മഹാ അലമ്പാണ്, അലമ്പ്. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നും വേണ്ട, നാട്ടുകാർക്ക് മൊത്തം അറിയാം. അങ്ങനെ അറിയാം? നിങ്ങളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? ഈ കണക്കിനാണ് ഐസിയു കിടക്കും. നമസ്കാരം. പ്രിയരെ, യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഞാനും എന്റെ നാത്തൂനും പിന്നെ 40 പേരും പുഞ്ചിരി എന്ന അയൽക്കൂട്ടം തുടങ്ങി. കൂട്ടത്തിലാണേ മൊത്തത്തിൽ പ്രശ്നങ്ങൾ തീർക്കാൻ ജോത്സ്യരെ കണ്ടു. പ്രശ്നം വച്ചപ്പോൾ മൊത്തത്തിൽ പ്രശ്നം. അയൽക്കൂട്ടമാകെ 2 പിരിഞ്ഞു. നാത്തൂനും ചമ്മി, കൂട്ടരും ചമ്മി. പുഞ്ചിരി മാത്രം ബാക്കിയായി മാറി. വള്ളം കളിക്കാൻ എത്തിയവർക്കെല്ലാം ആശംസ പാടി ഞങ്ങൾ നിർത്തുന്നു. ഇതിലും തമിഴ് പാട്ടിന്റെ മലയാളം എന്നെ കുറിച്ച് പറ.
മൈക്കെടുത്ത് എന്നെ കുറിച്ച് പറ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യമാണ് എണ്ണയെ പറ്റി. എണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണ്. കുളിക്കുമ്പോഴും കടുക് താളിക്കുമ്പോഴും കുറേശ്ശെ എടുക്കുക. എണ്ണയുടെ അമിതമായ ഉപയോഗം നമ്മളെ കൊളസ്ട്രോൾ എന്ന അസുഖത്തിലേക്ക് എത്തിക്കും. എന്നെ ഈ ഒരു കാര്യം പറയാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് CDS റാണിയാണ്. എണ്ണയെ കുറിച്ചല്ലേ പറഞ്ഞേ? എന്നെ കുറിച്ച് എനക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ എണ്ണയെ കുറിച്ച് പറഞ്ഞേ. 2 വാക്ക് സംസാരിക്കുന്നതിനായി പാപ്പച്ചൻ മുതലാളിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനാ മൊയിലാളി, പാപ്പച്ചൻ മൊയിലാളി. നാട്ടാരും വീട്ടാരും എന്നെ കണ്ടാ പേടിക്കും. സ്വന്തം ഭാര്യയെ കണ്ടാ പേടിക്കുന്ന ആളായി കിടന്ന് പറയുന്നത്. സദസ്സിലിരിക്കുന്ന സദസ്സരെ, വെളിക്കിരിക്കുന്ന അല്ല വെളിയിലിരിക്കുന്ന വെളിസരെ, കസേര കിട്ടാതെ നിൽക്കുന്ന ഇരിപ്പരെ, എല്ലാവർക്കും എന്റെയും വിനീതയുടെയും കൂപ്പുകൈ. വിനീതമായ കൂപ്പുകൈന്നല്ലേ? അല്ല, എന്റെയും എന്റെ ഭാര്യ വിനീതയുടെയും കൂപ്പുകൈ. അവളെ പേര് പറഞ്ഞില്ലെങ്കിലേ അവൾ എന്നെ കൊല്ലും. അവളെ കാശ് കൊണ്ടല്ലേ ഞാൻ ഈ കുന്തളിപ്പൊക്കെ കാണിക്കുന്നേ. ശരീരം കൊണ്ട് കുന്തളിപ്പ് കാണിക്കാൻ എന്തിനാ കാശ്? എനക്ക് കാശുള്ളവന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ കുറച്ച് കാശ് എനിക്ക് കൊടുത്താ ഞാനും ഇത്തിരി വിഷമിക്കട്ടെ. ഇപ്പൊ അങ്ങനെ വിഷമിക്കണ്ട, അങ്ങോട്ട് ചെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ വള്ളംകളിയെ പറ്റി പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വള്ളംകളിയാണ്. പിന്നെ വള്ളംകളിയെ പറ്റി പറയുമ്പോ ക്രിക്കറ്റ് കളി മനസ്സിലേക്ക് ഓടിയെത്തുവോ? ഈ സ്ത്രീകൾ ഇങ്ങനെ ഒരു വള്ളംകളി മത്സരം ഇവിടെ നടത്തണമെന്ന് പറഞ്ഞ് ആദ്യം ഓടി എത്തിയത് ഈ പാപ്പച്ചൻ മുതലാളിയുടെ അടുത്താണ്. തോൽവിയെ കൂട്ടുപിടിച്ചാണ് ഒരു പരിപാടി തുടങ്ങി വെക്കുന്നത്. ഉണ്ടാതിരിക്കാർക്കാ ഈ സ്ത്രീകൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും അതിന് ഈ പാപ്പച്ചൻ മുതലാളി ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ മുൻകൈ എടുത്ത് ആ വിഷയം പരിഹരിക്കുകയും ചെയ്യും. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലം. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാറ് നടന്നൊരു കാലം. ഈ പഞ്ചായത്ത് കണ്ടുപോരുത്. അതെ, പഞ്ചായത്ത്. ഞാന് പണ്ട് ഈ പഞ്ചായത്തിന് വേണ്ടി ഒരു വള്ളം ഉണ്ടാക്കി. നമ്മുടെ പഞ്ചായത്തിലെ ചുണക്കൂട്ടന്മാർ ആ വള്ളം നീറ്റിലിറക്കി. പിന്നീട് ഈ പഞ്ചായത്തില് ആ വള്ളം ആരും കണ്ടിട്ടില്ല. ഫസ്റ്റ് ദിവസം തന്നെ വള്ളം മുങ്ങി. ഇപ്പോഴും ആ കായലിന്റെ അടി കിടക്കുക. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകളെ വെറും വള്ളം കളിയിൽ ഒതുക്കി നിർത്തരുത്. ഇവരങ്ങ് ബഹിരാകാശത്ത് വിടണം. അതെന്തിന്? അപ്പോഴെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമല്ലോ, നിന്റെ ശല്യം ഒന്നൊഴിഞ്ഞ് കിട്ടുമല്ലോ. ഇതോടുകൂടി ഞാൻ എന്റെയും വിനീതയുടെയും വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. CDS 2 വാക്ക് സംസാരിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് നാം സ്ത്രീകൾ വള്ളംകളി നടത്തുമ്പോൾ എന്റെ മസ്തിഷ്കത്തിൽ നിന്നും പ്രകമ്പനം കൊള്ളുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ മത്തിക്കഷ്ണത്തിൽ നിന്ന് പ്രകമ്പനം കൊള്ളണം എന്തെന്ന് നമുക്കങ്ങനെ അറിയാം. അവളുകൊണ്ട് അവളുടെ ഒരു മത്തിക്കഷ്ണമുണ്ട്. മത്തിക്കഷ്ണമല്ല, തനിക്കൊന്ന് അടച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം സ്ത്രീകൾ വള്ളംകളി നടത്തുമ്പോൾ ഞാൻ അക്ഷമയാണ്. പിന്നെ നാളെ നടത്താം. ഇന്ന് നടത്തിയാലും നാളെ നടത്തിയാലും സ്ത്രീകൾ വള്ളംകളി നടത്തുന്നുണ്ടെങ്കിൽ അക്ഷമ തന്നെ. ഞാൻ അക്ഷമയാവാൻ കാരണം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ചുണ്ടൻ വള്ളത്തിന് സ്ത്രീകളുടെ പേരുണ്ടോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ എന്റെ അമ്മയും അമ്മമാരും ഒക്കെ വീട്ടിലൊരു ചാറുണ്ടാക്കും. അതിന്റെ പേര് അച്ചാർ. അവിടെയും അച്ഛനാണ് ക്രെഡിറ്റ്. എന്തുകൊണ്ടത് അമ്മാറായിക്കൂടാ? അവിടെയും പുരുഷന്മാർക്കാണ് പരിഗണന. പിന്നെ നിങ്ങൾ നമ്മളെ കൂടെ കളിയാക്കിയൊന്നും വേണ്ട. രഹസ്യങ്ങൾ സൂക്ഷിക്കണമെങ്കിലേ പെൺഡ്രൈവ് വേണം, അതിൽ പെണ്ണുണ്ട്. ആ പെൺഡ്രൈവ് വർക്ക് ആവണമെങ്കിൽ ആൻഡ്രോയിഡ് വേണം, അതിൽ ആണുണ്ട്. എന്തുകൊണ്ടും സ്ത്രീകളുടെ പേരിൽ വള്ളങ്ങളില്ല, വള്ളം കളികളില്ല. എന്തുകൊണ്ടും ഞാനത് ചിന്തിക്കുന്നു. അതെ, ഈ സ്ത്രീകളുടെ പേര് വള്ളമോ വള്ളം കളിയോ ഉണ്ടായാൽ അത് സിംഗിൾ ആയിട്ടേ നടത്തത്തുള്ളൂ. അത് ഗ്രൂപ്പായിട്ട് നടത്തുമ്പോ നിങ്ങൾ 4 പേര് കൂടുമ്പോ വർത്താനം പറച്ചിലായിരിക്കും. തൊഴിലും പിടിച്ചിലും ഒന്നും നടക്കത്തില്ല. ഇവരുടെ ഈ അവഹേളനത്തോടുകൂടി ഞാൻ ഈ വള്ളം കളി അങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പ്രകാശ 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. വള്ളംകളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടനാടിനെ പറ്റി പറ. കുട്ടന്റെ ആടിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു മുട്ടൻ ആടാണ്. അവൻ അതിന്റെ പാല് വിറ്റാണ് ജീവിക്കുന്നത്. എന്റെ പൊന്നടാവേ, കുട്ടന്റെ ആടല്ല, കുട്ടനാടിനെ പറ്റി പറയടാ. വള്ളവും വെള്ളവും കുട്ടയും ആടുമുള്ളതാണ് കുട്ടനാട്. ഇതെന്തുവാടാ പറയണേ? ഇതൊക്കെ എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട് കുട്ടനാടല്ലയോ? എന്റെ ദൈവം,
ഈ ചെറുക്കൻ വാ തുറന്ന മണ്ടത്തരെ പറയും. പാപ്പച്ചൻ മലയാളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു പണ്ടാരം പണ്ടാരാന്ന് പറഞ്ഞതുപോലെയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം കാശ് മുടക്കി നമുക്ക് സ്പോൺസർ ചെയ്തതാണ് ഈ പാപ്പച്ചൻ എവറോളിംഗ് ട്രോഫി. എത്രയും പെട്ടെന്ന് അത് പാപ്പച്ചൻ മെമ്മോറിയൽ ട്രോഫി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. മനുഷ്യനെ നിർത്തി കൊല്ലുവാണല്ലേടാ? കൊന്നതല്ല, മുതലാളി മരിച്ചു കഴിഞ്ഞാലും മുതലാളി എല്ലാരും ഓർക്കണം, അതാ എന്റെ ആഗ്രഹം. ഓ അങ്ങനെ. എടോ വള്ളംകളി തുടങ്ങി, ഒന്ന് അനൗൺസ് ചെയ്യടോ. വള്ളം കുതിര പോലെ ചമ്പക്കുളം പരുന്നു പോൽ പാറുന്നടുക്കും ചുണ്ടാനും പായിപ്പാടനും. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? എന്ത് പാപ്പച്ചൻ മലയാളി സീരിയസിലെ ട്യൂൺ ചെയ്യുന്നു? അനാവശ്യം പറയണോ? ഇവിടെ കമന്റ് അടിക്കാൻ വന്നേ, കമന്ററി പറയാൻ വന്നേ. കമന്റ് അടിക്കാൻ എന്നാ കമന്റ് അടി. ഒന്നാമത്തെ ട്രാക്കിൽ നിന്ന് പാപ്പച്ചൻ മലയാളി എത്തി വലിയ സീരിയസിലാ നോക്കുന്നു. അങ്ങോട്ട് നാട്ടുകാരെ കൊണ്ടുവരുന്നത് പറയിപ്പിക്കാൻ. എന്നെ പറ്റി പറയാതെ വള്ളംകളിയെ പറ്റി പറയടാവേ. ഒന്നാം നമ്പർ ട്രാക്കിൽ വരുന്ന വെള്ളത്തിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. രണ്ടാം നമ്പർ ട്രാക്കിൽ വരുന്ന വെള്ളത്തിന്റെ പേര് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ആ പേരങ്ങോട്ട് വായിക്കടാ. നിങ്ങളുടെ കണ്ണി വല്ല കുരുണ്ടോ? അങ്ങോട്ട് വായിക്ക്. എന്നെടുത്തോ? ഒന്നാം ട്രാക്ക് കഴിഞ്ഞ് രണ്ടാം ട്രാക്ക്, രണ്ടാം ട്രാക്ക് കഴിഞ്ഞ മൂന്നാം ട്രാക്ക്, മൂന്നാം ട്രാക്ക് കഴിഞ്ഞ് കോൺട്രാക്ക്. പഞ്ചായത്തിലെ കോൺട്രാക്ക് ഓണ്ട വള്ളംകളി കാണാൻ വന്നിരിക്കുന്നു. കോൺട്രാക്ക് നീ വള്ളംകളിയെ പറ്റി പറയടാവേ. കായലിലെ കുന്നോളങ്ങളെ പളുങ്കുമണിയാക്കി മൂന്ന് ചുണ്ടൻ വെള്ളങ്ങൾ, മൂന്ന് ചുണ്ടൻ വെള്ളങ്ങൾ പാറി പറക്കുന്നു. മൂന്ന് ചുണ്ടൻ വെള്ളങ്ങളെ വെട്ടിക്കാനായിട്ട് ഒരുത്തൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്നു. ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്നവരെ കളിയാക്കുന്നതാണ്. അവൻ ഗാങ്സ്റ്റർ അല്ല, മോൺസ്റ്റർ ആണ്, മോൺസ്റ്റർ. എടോ അത് വള്ളംകളിക്കാരല്ല, മീൻ പിടിക്കാൻ പോണ ചെറുവഞ്ചിക്കാരാണ്. അവൻ എന്തോ സ്പീഡാ നോക്ക്. ഇതാ രണ്ടാം നമ്പർ ട്രാക്കിനല്ല പടവലിച്ചുണ്ടിന് മുന്നേറുന്നു. നമ്മളെ ആ പുഞ്ചിരി അയൽക്കൂട്ടത്തിൽ പിരിഞ്ഞു പോയ രമ ചേച്ചിയുടെ ചേച്ചി രമയുടെ നാത്തൂന്റെ അയൽക്കൂട്ടത്തിന്റെ വള്ളമാണ് പടവലൻ ചുണ്ടൻ. പടവലൻ ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിലെത്തി. വള്ളം ആ വള്ളമാണ് ഫസ്റ്റ്. നമുക്ക് രമയുടെ വള്ളം തന്നെ വലുത്. എന്തൊരു കഷ്ടമല്ലേ, ഒന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ. അടുത്തത് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ് പോന്നേ. തിരിച്ചു വിളിക്ക്. തിരിച്ചു വിളിക്കടാ. വിളിക്കണ്ട, അവര് വരത്തില്ല. നമ്മൾ അയൽക്കൂട്ടത്തിന് പിണങ്ങിപ്പോയ നാത്തുവിന്റെ ടീമിലെ വള്ളക്കാരുടെ ഫുഡിലെ ഞാൻ ഇച്ചിരി വിമ്മ് കലക്കി കൊടുത്തു. ഒരു തോറ്റ് തൊപ്പിയിടായിരിക്കാൻ പോകുന്ന പോക്കല്ല, സമൂഹത്തിന് മുമ്പിൽ നാണം കടായിരിക്കാനുള്ള മരണപ്പാച്ചിലാ കാണുന്നത്. അപ്പൊ പിന്നെ അവര് കഴിഞ്ഞിട്ട് വരുമ്പോ സമ്മാനം കൊടുക്കണോ? ഇതൊക്കെ സമ്മാനം കൊടുക്കുന്ന നിങ്ങളെ വേണം സമ്മതിക്കാൻ. നീ പോണു ആ വള്ളക്കാരുടെ കൂട്ടത്തിരിഞ്ഞ് ഞാനും ഇത്തിരി ഫുഡ് കഴിച്ചായിരുന്നു. കാണാം. ഈ ഓണക്കാലത്ത് പ്രേക്ഷകരെ രസിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ മറന്ന് ഈ ഓണക്കാലത്ത് സമത്വത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ് ഇത് ഐറ്റം വെറൈറ്റി. ഒരു ആർപ്പ് വിളിച്ചാലോ? ആർപ്പോ തുടക്കം തന്നെ കളറായി അല്ലേ? കളറായി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കയറാം. അതായത് ഈ വേദിയിൽ വന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു പ്രവചനം നടത്തിയിരുന്നു ഈ ഫ്ലോറിൽ വെച്ച്. അതിന്റെ രേഖ ഞാനിവിടെ ഹാജരാക്കാം. ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നു ഉർവശിക്ക് ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ? ഓർമ്മയുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. മേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാനൊരു അവാർഡ് കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. ആൻഡ് ദി അവാർഡ് ഗോസ് ടു ഉർവശി. ഒരു നല്ല കൈയടി. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം തന്നെ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഉർവശിക്ക് ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു വലിയ റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും വലിയ കൈയടി കൊടുക്കണം. എന്നാ ജതിഷേട്ടാ, ഇത് നമ്മുടെ ഐറ്റമേരുടെ ഒരു സ്നേഹം ഉർവശി ചേച്ചിക്ക്. പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോ അത് ഓൾറെഡി അനുഭവിച്ചറിഞ്ഞ പാൻ ഇന്ത്യനായ നമ്മുടെ സ്വന്തം ഉർവശി ചേച്ചി.
അന്ന് നടത്തിയ പ്രവചനം ഫലിച്ചു. വളരെ സന്തോഷം ഉർവശി. തീർച്ചയായിട്ടും ഉർവശി എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല, ഇന്ത്യൻ പ്രേക്ഷകരുടെ അഭിമാനമാണ്. ഇത്ര തന്മയത്വമായി ആ ഉള്ളൊഴുക്കിലെ കഥാപാത്രം കണ്ട ശേഷം ഞാൻ വിളിച്ചിരുന്നു, ഉർവശി വിളിച്ച് പറഞ്ഞിരുന്നു നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും കിട്ടും. ഉർവശിക്ക് ചെറിയ വിഷമമുണ്ട്, ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടണമായിരുന്നു. അത് സാരമില്ല ഉർവശി, ഇത് റെക്കഗ്നീഷൻ ഈസ് റെക്കഗ്നീഷൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു കാര്യം കൂടെ ജീവ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തത്. മുകേഷ്, ഒരു ഓണപ്പാട്ട് പാടാൻ എന്നെ അനുവദിക്കുന്നു. അതിനു മുമ്പ് എനിക്കൊരു ഓർമ്മ ഇങ്ങനെ ഈ പ്രവചിച്ച് ഉർവശിക്ക് കിട്ടിയല്ലോ. അപ്പം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എൻ്റെ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അനുജൻ വക്കീൽ, അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്, ഞങ്ങൾ 3 പേര്. അപ്പോൾ ഒരു ദിവസം നമ്മളെല്ലാവരോടും നിന്നപ്പോഴത്തേക്ക് മൂത്ത ആൾക്ക്, അതായത് വക്കീലിൻ്റെ മൂത്ത മകൾക്ക് 1ാം റാങ്ക് കിട്ടി പ്രീ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞ ന്യൂസ് വന്നു. എല്ലാവരും വന്നു, സ്വർണ്ണമൊക്കെ കൊടുത്തു, മാല കൊടുക്കുന്നു, ഭയങ്കര സന്തോഷം, കുടുംബത്തിൽ ഒരു അന്തസ്സാണ്. പോയി അടുത്ത കൊല്ലം ആയപ്പോഴത്തേക്ക് ഒരു ന്യൂസ് വരുന്നു, അവളുടെ അനിയത്തിക്ക് റാങ്ക്. അപ്പോൾ 1 പവൻ എന്നുള്ളത് 1/2 പവനായി. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അടുത്ത കൊല്ലം വരുമ്പം വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും റാങ്ക്. അങ്ങനെ ഇവരുടെ വീടിൻ്റെ അടുത്തോട്ട് കുടുംബക്കാരൊന്നും പോകാതായി. കാര്യം ഒരു റാങ്ക് കാണും. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ആദ്യമൊക്കെ നമ്മൾ ഉർവശി ഐ ആം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം വീട്ടിനടുത്തോട്ട് പോകാതായി. കാര്യം ഒരു അവാർഡ് അവിടെ കാണും. അല്ല ചേട്ടാ, അങ്ങനെയാണോ ഈ ഉർവശി അവാർഡ് എന്തെങ്കിലും? ആ പേര് അങ്ങനെ പേര് കുഴപ്പം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവാർഡിന് തന്നെ ഉർവശി. അപ്പൊ ഇനി പ്രൗഡ് ഓഫ് യു, പ്രൗഡ് ഓഫ് യു. ഓണപ്പാട്ടല്ലേ? വി ആർ ഓൾ പ്രൗഡ് ഓഫ് ഉർവശി. അപ്പൊ ഉർവശി പ്രേക്ഷകർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓണം തുടങ്ങി വെക്കാം, ഓണാഘോഷം തുടങ്ങി വെക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. നസീർക്ക, തുടക്കം ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് പോകുന്നതോറും എന്തായിരിക്കും അല്ലേ? ഗംഭീരമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇത് ഐറ്റം വേറെ തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടില്ല. പക്ഷെ നമുക്ക് 2 ഓണം കിട്ടി. ഇത് നമ്മുടെ 2ാമത്തെ ഓണമാണ്. തീർച്ചയായിട്ടും അല്ലേ? അത് നമ്മള് ഇരട്ടി മധുരത്തോടെയാണ് ഈ ഓണം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള മധുര പലഹാരങ്ങളാണ് ഈ നിൽക്കുന്നത്. വിശേഷത്തിന് ഞാൻ ഏത് പലഹാരമാണ്? നീ അതിൽ പെടുപെടാ. ഈ ചില പിന്നെ ജിലേബിക്കകത്ത് ഒരു മുന്തിരി വെക്കുമല്ലോ, നീ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇക്കയാണോ മുന്തിരി? ഞാനാ മുന്തിരി. മുന്തിരിയും കാഷ്യൂവും, കാഷ്യൂനട്ട്. ഇത് ഏത് സ്വീറ്റിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. വളരെ റിച്ച് ആയിട്ടുള്ള ജയശേട്ടാ പാട്ട് നന്നായിരുന്നു. ഇതിന് ചലഞ്ച് ചെയ്തോണ്ട് ഇന്ന് മുകേഷ് ചേട്ടന്റെ ഓണപ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അല്ല, തീരുന്നതിന് മുമ്പ് നമ്മൾ നോക്കട്ടെ, അതെന്താണെന്നറിയോ, കുറെ കാലമായിട്ട് മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഓങ്ങി വെച്ചേക്കുക. കാരണം എല്ലാ ഷോയിലും വരുന്നു ജഗദീഷേട്ടൻ പാടുന്നു, എല്ലാ ഷോയിലും വരുന്നു ജയശേട്ടൻ പാടുന്നു. ഇന്ന് ഈ ഓണത്തിന് ഇവിടെ കൊല്ലത്തുനിന്ന് ഒരു പൊളി പൊളിക്കും. അല്ല, ശ്രീനിവാസൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അഭിനയിക്കാത്ത കുറെ സിനിമകളുണ്ട്, അത് അഭിനയിക്കാതിരുന്നതാണ്. അതേപോലെ ഞാൻ കലാകേരളത്തിന് നൽകിയ സംഭാവനയാണ് ഇതേപോലെ പാട്ട് പാടുന്നത്. പക്ഷെ ഒരു പാട്ടൊക്കെ ഇന്ന് അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ഒരെണ്ണം എന്തായാലും ഒരു പാട്ട് അല്ലല്ല, ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ മുകേഷ്, സമയം ഉണ്ടെങ്കിൽ ഒന്ന് പാടും. അതെ, എനിക്ക് ഒരു പെട്ടെന്നൊരു സീനാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്.
നിങ്ങളെല്ലാവരും കൂടെ പിടിച്ചിട്ട് കുറെ മീഡിയയുടെ മുമ്പിലോട്ട് എന്നെ വലിച്ചു, അത് മുറിച്ച് മുകേഷ് ഒരു ഈസി പാട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പാടുന്ന എനിക്കറിയാം. ഞാൻ പാടുന്ന പോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. ഗംഗേ ഈസിയാണ്. അത് അത്യാവശ്യം അങ്ങ് പോയല്ലേ ആ ഗംഗ. അത് പാടിയാ ചിലപ്പോ നമ്മൾ ഏറി കയറും. അല്ല, ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ എത്ര കോടി രൂപയാണെന്നറിയോ ഈ ഗംഗ മലിനീകരണം ഇതെല്ലാം കൂടെ ചേർത്തായിരിക്കുന്നു. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പാട്ട് പാടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ പാടി കാണിച്ചത്. അതായത് മര്യാദക്ക് പാട്, ബാക്കിൽ തോക്ക് വെച്ചിരിക്കാം. എന്റെ അമ്മോ, ഇന്ന് മൊത്തത്തിൽ നമ്മള് പാട്ട് പാടി കളറാക്കിയിരിക്കും. പാട്ട്, ഡാൻസ്, സ്കിറ്റ് എല്ലാം ഉണ്ടല്ലോ. എല്ലാം എന്റർടൈനിങ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലേ. അതിന്റെ തുടക്കം എന്നോണം നമ്മളുടെ ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ ഒരു സ്നേഹം നമ്മൾ ചേച്ചിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, നാഷണൽ അവാർഡ് വിൻ ചെയ്തതിന്. അപ്പം ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളത് പിന്നെ സമർപ്പിക്കുന്നത്. എല്ലാ പുരസ്കാരങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. എനിക്ക് കിട്ടിയതിൽ അതൃപ്തിയല്ല പറഞ്ഞത്. ഒരു ജൂറിയിൽ നിന്നും എന്താ പറയുക, നീതിപൂർവമായ ഒരു സംഭവം ഉണ്ടാവണം. അതാണല്ലോ സർക്കാർ അവരെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പുറകെ വരുന്നവർക്കൊരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടാതെ വരും. അതിനി ഉണ്ടാകാതിരിക്കാനും ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് സ്വീകരിക്കില്ലെന്നോ അതെനിക്ക് ഭയങ്കര അതൃപ്തിയായെന്നോ അല്ല. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചവരെ കാറ്റഗറൈസ് ചെയ്യുമ്പം സപ്പോർട്ടിങ് ആക്കിയാൽ സപ്പോർട്ടിങ് ആക്ടേഴ്സിന് എന്താണ് പ്രതീക്ഷ? നാളെ ചിലപ്പോൾ ഞാൻ തന്നെ ഒരു റോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ആ ജൂറിയോടുള്ള എൻ്റെ ചോദ്യം, അതെൻ്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊരിക്കലും സർക്കാരിനോടോ അവാർഡിനോടോ ഉള്ള നിഷേധമല്ല. അല്ല, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആ ലിസ്റ്റിനകത്ത് തന്നെ മെയിൻ ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ടർ എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് മെയിൻ ആക്ട്രസ് എന്ന് തന്നെ ആയിരിക്കുമല്ലോ എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കുട്ടിയേട്ടനും അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെയാണ്. ഇത് 1ാം തവണ അല്ല നടക്കുന്നത്. ഉത്തരേന്ത്യൻ ജൂറികളിൽ നിന്നും ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്. ചേച്ചി, എനിക്കൊരു സംശയം. എൻ്റെ ഒരു ഇതാണ്, അതായത് ചേച്ചി അവാർഡ് കിട്ടിയപ്പം വലിയ സന്തോഷിച്ചിട്ടുണ്ട്. ആ സന്തോഷ നിമിഷത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു വേദിയിൽ ജഗദീഷ് ചേട്ടൻ്റെ പാട്ട് കഴിഞ്ഞ് ചേച്ചിക്ക് പൊന്നാട അണിയിക്കുന്നു, അതിനുശേഷം മുകേഷ് ചേട്ടൻ്റെ പാട്ട് വരുന്നു, ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുമെന്ന് ചേച്ചി എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണല്ലോ കലാകാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുസ്വപ്നത്തിൽ അല്ല, ഇപ്പൊ എന്താ പറയുക, ജഗദീഷ് ചേട്ടൻ ഒരു അവാർഡിനെ കുറിച്ചൊരു പാട്ട് അത് ആലോചിച്ചോണ്ടിരിക്കുക, അതൊന്നും മിണ്ടാത്ത. അവാർഡ് നേടിയ ഉർവശിക്കായിരം അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്. ഒന്നാമത് ഈ അഭിവാദ്യങ്ങൾ എന്ന് പറയാൻ 3 പ്രാവശ്യമേ പറയാവൂ. 4 പറഞ്ഞു. ഞാൻ ഈ ഉർവശി ഇങ്ങനെ എടുത്ത് മറുപടി പ്രസംഗം പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ചു, പുരസ്കാരം എന്നൊരു വാക്ക് അവസാനം പറയരുതേ എന്ന കാര്യം. പുരസ്കാരം അതിനകത്ത് കയറി പിടിക്കും. പക്ഷേ അങ്ങനെ പിടിവള്ളി ഒന്നും വേണ്ട ചേട്ടന്, പിടിക്കും. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എറണാകുളത്തൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടീം ഇന്നത്തെ ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ഈ ഓണപരിപാടിക്ക് വിട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഓണാശംസകൾ. അതായത് ആ ചിത്രത്തിൻ്റെ നവാഗത സംവിധായകനായ സഫർ, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ ഉൾപ്പെടെയുള്ള എല്ലാ ടീമും, പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡ്യൂസർ അജിത് വിനായക്, സിനിമയുടെ പേര് ആശ. അപ്പം അവരാണ് എല്ലാവരോടും പറയണം, മുകേഷ് ചേട്ടനോടും അജയനോടും ജഗദീഷ് ചേട്ടൻ, നിങ്ങൾ എത്ര പേരോടും ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരോടും, പിന്നെ ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷകർക്കും എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓണാശംസകൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം അവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് വിട്ടതുകൊണ്ട് എനിക്ക്
നിങ്ങളോടൊപ്പം ഓണാഘോഷം നടത്താൻ പറ്റും. Thank you. നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ നന്ദി സ്നേഹവും നമ്മൾ ആശ ടീമിന്റെ എല്ലാവരും അറിയിക്കുന്നു. നമ്മളുടെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, now ചേട്ടന്റെ പാട്ട് Ready? നമ്മൾ സീറ്റിലേക്ക് പോകുന്നു. ഓക്കെ. വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തകതൈ തകത തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തകതൈ. കൂട്ടുകാരറിഞ്ഞില്ലേ നാട്ടുവിശേഷം, ഒരു കുട്ടനാടൻ പെണ്ണിനിന്ന് മദാമവേഷം. പുത്രട്ടാതി വള്ളം കളി കാണുകയോ, ഇവൾ പത്രാസ് നമ്മളെ കാട്ടുകയോ. തക 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 തൈ തക 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 തൈ. വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം, തങ്കമണി ചുണ്ടനിന്ന് മയിലാട്ടം, കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ്, കൂടെ വാ കൂടെ വാ കൂടെ തുഴയാൻ വാ. തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തിത്തൈ തകത തിത്തിത്താരാ തിത്തിത്താരാ തിത്തൈ തകതൈ. അപ്പൊ ജീവച്ചേട്ടാ, ഓണമായിട്ട് എന്താണ് നമ്മുടെ അടുത്ത പരിപാടീസ്? ഓണമായിട്ടുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പെഷ്യൽ ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട്, നമ്മുടെ സ്വന്തം ആൾക്കാര്. അപ്പൊ അവരോട് ഓണവിശേഷം ചോദിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഓണം ആയി കഴിഞ്ഞാൽ ഓണവിശേഷം അല്ലേ ചോദിക്കുന്നേ. ഐറ്റം വേറെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം വേറെ ഐറ്റം ആയിരിക്കും. ഒരു ട്വിസ്റ്റ്, ഇതൊരു റിമോട്ട് ആകുന്നു. ഈ റിമോട്ടിൽ 4 ബട്ടൺ ഉണ്ട്. ഇത് ആരെങ്കിലാണോ നമ്മൾ ഈ റിമോട്ട് കൊടുക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പൊ നമ്മുടെ LED സ്ക്രീനിൽ ഒരു സംഭവം വരും. അതിനെക്കുറിച്ചുള്ള ഒരു ഓണവിശേഷം, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിശേഷമായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അസിസ്റ്റന്റ് ഇത് കൊടുക്കും പ്ലീസ്. ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ, ഓണമല്ലേ, സഹിച്ചു കൊടുത്തേക്കാം. ജീവച്ചേട്ടാ, ആദ്യം ആരോട് കൊടുക്കണം? നമുക്ക് ഐശ്വര്യമായിട്ട് മുകേഷ് ചേട്ടന് തുടങ്ങിയാലോ? ഓക്കെ. ABCD 4 ബട്ടൺ ഉണ്ട്. മുകേഷ് ചേട്ടന് ഇഷ്ടമുള്ള ചോദിക്കും. മുകേഷ് ചേട്ടൻ MLA കൂടിയാ. അപ്പൊ ഈ റിമോട്ട് വെച്ച് ഉദ്ഘാടനം ചെയ്യുമോ? ഐശ്വര്യമായിട്ട് മുകേഷ് ചേട്ടാ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് ഏത് ബട്ടൺ വേണേലും ഞെക്കാം അല്ലേ? മുകേഷ് ചേട്ടന് ഇഷ്ടമുള്ള ബട്ടൺ ഞെക്കുന്നു. ആ ബട്ടൺ ഞെക്കുമ്പോ ഇവിടെ LED സ്ക്രീനിൽ ഒരു സംഭവം തെളിയും. അതിനെ പറ്റി വേണം പറയാം. 3, 2, 1 ഗോ. മുകേഷ് ചേട്ടാ, ബാല്യത്തിലുള്ള ഒരു ഓണത്തെ പറ്റിയോ, ബാല്യത്തിലുള്ള ഓണവിശേഷം, അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ, ഇങ്ങനെ എന്തെങ്കിലും? അല്ല, ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും ബാല്യം. ഊഞ്ഞാലും ഓണപ്പാട്ടും പിന്നെ ഓണസദ്യയും ഓണത്തിൻ്റെ വെക്കേഷനും ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്കുള്ളത്. പക്ഷെ അതെല്ലാം കുറച്ച് ക്ലീഷയായി പോയെന്നുണ്ട്. ഓണത്തിൻ്റെ ആ സമയത്തും എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം. ബാല്യത്തിൽ ആ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ അന്നാണ്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ നാട്ടിലുള്ള മാവേലിക്കര, ചൊനക്കര ആ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും. പ്രായം ചെന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ വന്നിട്ട് ഓണം എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് കാശ് വെച്ച് തരും. ചെറിയ എമൗണ്ടാണ്. എടാ ഓണത്തിന് അടിച്ചു പൊളിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും ഓണത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാര്യം ഓണം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാവും. അങ്ങനെ ഇവർ വന്നു, രാവിലെയൊക്കെ വന്ന് പോക്കറ്റിൽ നിറച്ച് കാശ്. അപ്പോൾ കൊല്ലത്തന്ന് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ആസാദ് ഹോട്ടലാണ്. അപ്പോൾ എൻ്റെ മനസ്സും മനസാക്ഷിയും തമ്മിലൊരു വലിയ ഫൈറ്റായി. ഈ സമയത്ത് സൈക്കിൾ എടുത്ത് അവിടെ പോയി ഒരു ബിരിയാണി കഴിച്ചാലോ, ഓണമാണ്, വേണ്ട, ഓണസദ്യ, ഇവരെല്ലാവരും ഓണസദ്യ ഉണ്ണാൻ വന്നതാണ്. അങ്ങനെ മനസാക്ഷി പറയുന്നു പോകരുത്, മനസ്സ് പറയുന്നു കയ്യിൽ കാശല്ലേടാ ഇരിക്കുന്നത്, പോയി ഇനി ഇതേ കണക്കൊരു ചാൻസ് കിട്ടത്തില്ല, നിന്നെ ഇങ്ങോട്ട് പോകുന്ന ആരും അറിയത്തുമില്ല, അവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. അവസാനം മനസ്സ് വിജയിച്ചു. ഞാൻ അവിടെ പോയി
ബിരിയാണി കഴിച്ച് തിരിച്ചു വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യാണ്. ഇതെവിടെ പോയി ഇവൻ, അപ്പുറത്തുനിന്ന് കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു. എനിക്കിപ്പോൾ വേണ്ട കാര്യം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ബിരിയാണി ഇത്രയും ഉണ്ടാവുമെന്ന്. കഴിച്ചിട്ട് എന്താ അത്, അല്ല നീ കഴിക്കുക എല്ലാവരും കൂടി ഇരുന്ന്. ഇല്ല ഞാൻ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, വൈകുന്നേരം ഓണം ഉണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്തോ കണ്ടിട്ട് വല്ലാതിരിക്കില്ല. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ എണ്ണമയമുണ്ട്. അപ്പൊ കൈ പിടിച്ചൊന്ന് മണപ്പിച്ചപ്പം നല്ല മട്ടണ്ട മണം. എടാ നാണമുണ്ടോടാ, നീ ഒരു മലയാളിയാണെന്ന് പറയാൻ നാണമുണ്ടോടാ, ഇവൻ ഊണ് കൊടുക്കണ്ട കേട്ടാ എന്ന് പറയും മാറ്റുന്നത്. ശരിക്കും ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ബിരിയാണി കാരണം ആ ഓണം തൊലഞ്ഞു. ഒരു ചെറിയ പയ്യൻ നിറകണ്ണുകളോടെ ഓണാഘോഷം, ഓണസദ്യ നോക്കി നിന്ന ഒരു ഓർമ്മയാണ് ബാല്യത്തിലുള്ളത്. ഗംഭീരം. ഞാൻ ആക്ച്വലി ഒരു കഥ ഞാനിങ്ങനെ ഒരു മൂഡ് സെറ്റ് ചെയ്ത് വരരുത്. ഓണത്തിന് ബിരിയാണി കഴിച്ച, അത് മട്ടൻ ബിരിയാണി കഴിച്ച കഥയാ. എന്നിട്ട് സദ്യ കഴിക്കാൻ പറ്റാതെ പോയ ബാലിനെ പറ്റി. അതെ, അതൊരു കഥ തന്നെ. അപ്പൊ അടുത്ത നമുക്ക് റിമോട്ട് ഉർവശി ചേച്ചിയെ കൊടുക്കാം. ഉർവശി ചേച്ചി ബട്ടൺ ഞെക്കിക്കോളൂ. കൗമാരം. കൗമാരം, ടീനേജ്, കൗമാരക്കാലത്തെ ഓണം. എനിക്ക് ആക്ച്വലി പറയാനാണെങ്കിൽ കൗമാരക്കാലത്തെ ഓണത്തിനൊക്കെ ഏതെങ്കിലും ഷൂട്ടിംഗ് സ്പോട്ടിലായിരുന്നു ഞാൻ. വളരെ വിരളമായിട്ടുള്ള ഓണം മാത്രമേ ഞാൻ വീട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ. ഒരു ഓണം എൻ്റെ തുടക്കകാലത്ത് ആന്ധ്രയിൽ പോയിട്ട്, രാജമന്ത്രി പോയിട്ട്, അവിടുന്ന് നമ്മൾ വള്ളത്തിനകത്ത്, കുട്ടവള്ളം എന്ന് പറയുമല്ലോ, വട്ടത്തിനുള്ള, അതിനകത്തൂടെ പോയി ഗോദാവരി നദിയുടെ നടുക്കൊരു ഐലൻഡ് ഉണ്ട്. വെറും മണൽക്കൂനകൾ മാത്രം, നല്ല ചൂടും. പക്ഷെ ആ പ്രൊഡ്യൂസർ രാമാനായിഡു എന്ന് പറയുന്ന അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട്, ഡയറക്ടറും അദ്ദേഹം കൂടെ ചർച്ച ചെയ്തിട്ട്, ആ കുട്ടിയുടെ ഓണമാണ്, ചെറിയ പെൺകുട്ടിയാണ്, അപ്പോൾ അതിന് ഓണത്തിന് ഒന്ന് പോയി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു, അവിടുന്ന് ട്രെയിനിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, വളരെ സമയമെടുക്കും, പിറ്റേന്ന് വരുമ്പം തിരിച്ചങ്ങോട്ട് പോകാനുള്ള സമയമേ കാണത്തുള്ളൂ. പക്ഷെ അത് ആ മണൽക്കൂരയ്ക്ക് നടുവിൽ ഒരു ടെൻ്റൊക്കെ കെട്ടി, അതിനകത്ത് ഞാനും നടൻ മോഹൻ അങ്ങനെ അവിടെ വെച്ച് ആഘോഷിച്ചു. അപ്പം എനിക്കെന്താ അറിയാവോ, അവരുടെ സ്റ്റൈലിലുള്ള ഒരു ഓണസദ്യ, ആന്ധ്ര മീൽസ്. അപ്പോൾ അത് കുറേ നാൾ എൻ്റെ മനസ്സിലൊരു പരിഭവമായിട്ട് തന്നെ കിടന്നു. മലയാളത്തിൽ എത്തിയതിന് ശേഷമുള്ള ഓണക്കാലങ്ങളെല്ലാം 85-ന് ശേഷം മമ്മൂക്കയുടെ പടം, ലാലേട്ടൻ്റെ പടം, അങ്ങനെ ഒരു ഓണക്കാലത്താണ് തലയിടമന്തർ റിലീസ് ചെയ്തത്. അപ്പോൾ 2 മോഹൻലാൽ പടം, 2 മമ്മൂട്ടി പടം, 1 ഉർവശി പടം എന്നും പറഞ്ഞൊരു കോമ്പറ്റീഷൻ ആയിട്ട് വന്ന ആദ്യത്തെ വർഷമായിരുന്നു. അപ്പോൾ അത് എൻ്റെ മനസ്സിലെന്നും നിൽക്കും. അതിനൊരു ആ ഒരു കാലം ഉണ്ടാക്കി തന്ന സന്തോഷം എന്ന് പറയുന്നത് ശ്രീനേട്ടനും സത്യേട്ടനുമാണ് ശരിക്കും ആ ഓണ സന്തോഷം പങ്കുവെക്കേണ്ടത്. അത്രേ ഉള്ളൂ. ജഗദീഷേട്ടാ, ഇതേപോലെ സിനിമ സെറ്റിലെ ഓണം നല്ലൊരു ഗംഭീരമായ ആഘോഷം സിനിമ സെറ്റിലെ ഓണം, ഇതേപോലെ ആന്ധ്ര മീൽസ് കഴിച്ചതോ? എനിക്ക് ഓർമ്മയുള്ളത് കല്യാണ സൗഗന്ധികം എന്ന ചിത്രം, അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവോണ ദിവസവും ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ പലപ്പോഴും തിരുവോണമൊന്നും ആഘോഷിക്കാൻ കഴിയാറില്ല, വീടുകളിൽ വെച്ച് ആഘോഷിക്കാൻ കഴിയാറില്ല. പ്രാക്ടിക്കലായിട്ട് എൻ്റെ കുടുംബം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്, രമ മോർച്ചറി ഡ്യൂട്ടി ചില ദിവസം തിരുവോണ ദിവസം തന്നെ ഏറ്റെടുക്കും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ തലയിൽ ആ ഡ്യൂട്ടി കെട്ടിവെക്കാതെ രമ തന്നെ തിരുവോണ ദിവസം ഡ്യൂട്ടി എടുത്തിട്ട് എന്നോട് പറയും, നമുക്ക് 4-ാം ഓണം അല്ലെങ്കിൽ 5-ാം ഓണമൊക്കെ നമുക്ക് ആഘോഷിക്കാം. തിരുവോണ ദിവസം ബാക്കിയുള്ളവരെല്ലാം തന്നെ സദ്യ കഴിക്കുമ്പോൾ രമ അന്ന് ഔദ്യോഗികമായിട്ട് മോർച്ചറിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്തു. കാരണം വെച്ചാൽ 5-ാം ഓണം എന്നൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ പറയും, അത് സാരമില്ല, അമ്മയ്ക്ക് ഇതേപോലെ ഡ്യൂട്ടി പോകേണ്ടി വരും, അതുകൊണ്ട് നമുക്ക് 3-ാം ഓണം തിരുവോണമായിട്ട് ആഘോഷിക്കാം എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഓർമ്മയൊക്കെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വ്യക്തിപരമായി ഓടിയെത്തുന്നത്. അതൊരു സാക്രിഫൈസ് ആണ് അല്ലേ, ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വലിയ സാക്രിഫൈസ് ആണ്. അതിനൊരു കയ്യടി.